CIET NCERT അവതരിപ്പിക്കുന്ന പരിപാടി സ്കെച്ച് ബുക്ക്. ഞങ്ങളുടെ മുഖത്ത് പറയാത്ത ചോദ്യങ്ങൾ. അവൾക്ക് എന്ത് പ്രശ്നമായിരുന്നു? എന്റെ മുത്തച്ഛന് 2 മക്കളാണുള്ളത്. ഒന്ന് എന്റെ അച്ഛൻ, മറ്റേയാൾ എന്റെ അമ്മായി. എന്നാൽ എപ്പോഴും എന്റെ അച്ഛന് തന്നെയാണ് മുൻഗണനയും അവസരങ്ങളും ലഭിച്ചിരുന്നത്. ഒരു വശത്ത് അച്ഛൻ നല്ല വിദ്യാഭ്യാസം നേടി നഗരത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങി. മറുവശത്ത് ഗ്രാമത്തിൽ അമ്മായിയുടെ വിവാഹം നടത്തി. അമ്മായി തന്റെ മകൻ ചേതനെ നഗരത്തിൽ താമസിക്കുന്ന അവരുടെ ചെറിയമ്മയുടെ അടുത്തേക്ക് അയച്ചു. അങ്ങനെ അവൻ വിദ്യാഭ്യാസം നേടാൻ വേണ്ടി. അതെ, പാത്രങ്ങൾ മേശപ്പുറത്തേക്കൊന്ന് വച്ചേ. അച്ഛാ, അമ്മായിയും ചേതനെ എപ്പോഴാ വീട്ടിലേക്ക് വരുന്നത്? അത് വരാറായിട്ടുണ്ട് മോളെ. അവൻ തന്റെ ചെറിയമ്മയുടെ കൂടെ താമസിക്കാൻ പോയതോടെ ഈദിലെ ചന്ദ്രൻ പോലെയായി. ചേതൻ, ഇവനെന്താ പറ്റിയത്? ഞങ്ങൾ എല്ലാവരുടെയും മുഖത്ത് ഈ ചോദ്യമായിരുന്നു. അമ്മായി പറഞ്ഞു, ചെറിയമ്മയുടെ അടുക്കൽ നഗരത്തിൽ പോയതോടെ ഇവന് പഠിക്കാൻ ഒരു താല്പര്യവുമില്ലെന്ന്. സ്കൂളിലും അവൻ ആരോടും സംസാരിക്കുന്നില്ല. ചോദിച്ചാൽ അമ്മായിയോടും ഒന്നും പറയുന്നില്ല. ആർക്കറിയാം ഇവനെന്താ പറ്റിയതെന്ന്? ദിവസം മുഴുവൻ തന്റെ സ്കെച്ച് ബുക്കിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള പെരുമാറ്റം ശരിയല്ല. വെറുതെ ദിവസം മുഴുവൻ അവനിങ്ങനെ നിശബ്ദനായിരിക്കുന്നു. ഗംഗാപൂരിൽ നിന്ന് വന്നാൽ തിരികെ പോകാൻ വിസമ്മതിക്കുന്നു. ഇത്തവണ അവന്റെ കയ്യിൽ ചില പൊള്ളലേറ്റ പാടുകളും ഉണ്ടായിരുന്നു. വേണ്ട, എനിക്ക് തിരികെ പോകണ്ട. നിങ്ങളെന്താ ഇവനെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാത്തത്? ഗ്രാമത്തിൽ മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയിരുന്നു. പക്ഷേ ഓദിച്ചതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. ഓഹോ, മന്ത്രവാദിയോ? എത്ര നാൾ ഈ അന്ധവിശ്വാസവുമായി നിങ്ങൾ ജീവിക്കും? നിങ്ങൾ ഇവനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകൂ. ശരി, എങ്കിൽ നാളെ ഞങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകാം. കുറച്ചുനേരം ചേതനുമായി സംസാരിച്ച ശേഷം ഡോക്ടർ പറഞ്ഞു, ചേതൻ പറഞ്ഞു അവന്റെ ചെറിയമ്മ അവനെ ഒരുപാട് അടിക്കാറുണ്ടെന്ന്. ഇതുമൂലം അവന്റെ മനസ്സിൽ ഭയം കുടിയേറിയിരിക്കുന്നു. നിങ്ങൾ ഇവനെ നല്ലൊരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകൂ. മരുന്നിനൊപ്പം ഇവന് മാനസികവും വൈകാരികവുമായ പിന്തുണയും ആവശ്യമാണ്. നിങ്ങൾ ഇവന്റെ മാറുന്ന സ്വഭാവം മനസ്സിലാക്കണമായിരുന്നു. കുട്ടിക്കാലം മുതൽ ഇവന് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നു. അവനത് സഹിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് ഇവന് സ്നേഹം ആവശ്യമാണ്. 3-4 മാസത്തിനുള്ളിൽ ചേതന്റെ അവസ്ഥ മെച്ചപ്പെട്ടു തുടങ്ങി. അവന്റെ മുഖത്തുനിന്ന് ഭയം പതിയെ മാഞ്ഞു തുടങ്ങി. അമ്മായി ഇനി അവനെ വീണ്ടും ചെറിയമ്മയുടെ അടുത്തേക്ക് അയക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയും അവനെ ഗ്രാമത്തിലെ തന്റെ സ്കൂളിൽ ചേർക്കുകയും ചെയ്തു. ഏതാനും ആഴ്ചകൾക്ക് ശേഷം ചേതൻ വീണ്ടും ഞങ്ങളെ കാണാൻ വന്നു. ഞാൻ ചേച്ചിയുടെ സ്കെച്ച് ബുക്ക് കണ്ടു ചേച്ചി. ഞാനും ചിത്രം വരയ്ക്കാറുണ്ട്. ചേതന്റെ സ്കെച്ച് ബുക്ക് ഇപ്പോൾ മാറിക്കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അതിന്റെ താളുകളിൽ ഒരു ഓമന കുഞ്ഞ് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് NCERT അവതരിപ്പിച്ച പരിപാടി സ്കെച്ച് ബുക്ക്. വിവർത്തനവും റെക്കോർഡിംഗ് സംവിധാനവും ക്ലാപ്പർ എന്റർടൈൻമെന്റ്. പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ ഉഷ ശർമ്മ. അക്കാഡമിക് സപ്പോർട്ട് യചന ഗുപ്ത.